മദ്യപിക്കും എന്ന് ഒരുപാട് ആരോപണം ആണുള്ളത്. ആ ഓഡിയോ ഇപ്പം നമ്മൾ പ്ലേ ചെയ്തത് എന്ത് ഓഡിയോ ആയിരുന്നു? അത് ഓഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞങ്ങളെ ഫിലോക്കാലെ ഫൗണ്ടേഷൻ്റെ അകത്ത് നമ്മളൊരു ബോർഡ് മീറ്റിംഗ് കൂടി. ഞാനുണ്ട്, ദേവസ്യമാഷുണ്ട്, സുലേഖ ടീച്ചറുണ്ട്, മഹേഷ് വക്കീലുണ്ട്, മാരിയോ ബ്രദർ ഉണ്ട്, ചേച്ചിയുണ്ട്, ചേച്ചിയുണ്ട്, പിന്നെ നമ്മുടെ സ്റ്റാഫുകളെല്ലാം അതിന് ചുറ്റും നിൽക്കുന്നുണ്ട്. അവിടെ വെച്ച് ഞങ്ങൾ സംസാരം, സ്വാഭാവികമായിട്ട് ബോർഡ് മീറ്റിംഗ് കൂടുമ്പോൾ സംസാരിക്കുന്ന വിഷയങ്ങളില്ല. അപ്പോൾ പുള്ളിക്കാരി അവിടെ വരികയും അന്ന് 2 അടിച്ചിട്ടാണ് വന്നിരുന്നത്. അതുകൊണ്ടാണ് അത്ര ക്ലിയർ ആയിട്ട് പുള്ളിക്കാരി പറഞ്ഞത്. 2 അടിച്ച് വന്നു, പെട്ടെന്ന് വന്ന് വണ്ടി ചവിട്ടി നിർത്തി ഇറങ്ങി, ഉള്ളിലേക്ക് തള്ളി കുറഞ്ഞു വന്നു, ഡോറ് തുറക്കാൻ പറഞ്ഞു. അവിടെ ഡോറ് ലോക്ക് ചെയ്ത് പ്രസ് മീറ്റ് കൂടുമ്പോൾ അറിയാം, നമുക്ക് ക്യാബിൻ ക്ലോസ് ചെയ്തിട്ടാണ് ഇരിക്കുക. അവിടെ വന്ന് കുറേ ഒച്ചമ്പാലൊക്കെ ഉണ്ടാക്കി. അവിടുന്ന് പുള്ളിക്കാരി വന്നു. ഞാൻ ആദ്യം പുള്ളിക്കാരി വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുമ്പേ കുറേ കാര്യങ്ങൾ സംസാരിച്ചു, കുറേ തെറിയൊക്കെ പറഞ്ഞു. എന്നോട് പറഞ്ഞു, നീ ഇറങ്ങിപ്പോടാ അവിടുന്ന്, മറ്റവനെ മാഷോടും പറഞ്ഞു, നിങ്ങളുടെ മോൻ ചത്തു പോയിട്ട് വരെ നിങ്ങളിവിടെ വന്ന് നിൽക്കേണ്ട ആവശ്യം എന്താ, നിങ്ങൾക്ക് എന്താ അതിൻ്റെ കേട്, നിങ്ങൾക്ക് വേറെ എങ്ങോട്ടും വേറെ പണി നോക്കിയപ്പോൾ കൂടെ ഇവിടെ വന്നിരുന്ന് ഇതാക്കുന്ന എന്തിനാ, ഞങ്ങളുടെ കുടുംബം തകർക്കാൻ വന്നതല്ലേ നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ചേച്ചി കുറേ ഡയലോഗുകൾ അടിച്ചു. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി ഒരു വീഡിയോ എടുത്തു തുടങ്ങി, എന്നെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അത് പുള്ളിക്കാരി ഞങ്ങൾ പൂട്ടിയിട്ടിരിക്കുന്ന വീഡിയോ, അത് അടിച്ചുകൊണ്ട് പറയുന്നതാണ്. താക്കോലടക്കം അവിടെ എല്ലാം അഴിക്കുന്നുണ്ട്, പുള്ളിക്കാരിക്ക് വേണമെങ്കിൽ ഇറങ്ങി പോലെ, ആരും പിടിച്ച് നിർത്തിയിട്ടില്ല. എന്നിട്ട് പുള്ളിക്കാരി പറഞ്ഞു തുടങ്ങിയാണ്. അപ്പോൾ ഞങ്ങളോട് ചോദിച്ചു, എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ ബ്രദർ പറഞ്ഞു, ഇന്ന വിഷയങ്ങൾ, നീ മദ്യപിക്കുന്നതും ഇന്ന പോലെ അനധികൃതമായിട്ട് സമ്പാദിച്ച സ്വത്തിൻ്റെയൊക്കെ രേഖകളും കാര്യങ്ങളും തരികയാണെങ്കിൽ നിന്നെ ഇതിലെ നല്ലൊരു സ്ഥാനം തന്നെ ഇരുത്താന്ന് പറഞ്ഞു. അതിനെല്ലാം മറുപടി ആയിട്ട് പുള്ളിക്കാരി പറഞ്ഞതാണ്, ഞാൻ കഴിക്കും, എൻ്റെ കാശ് ഞാൻ കഴിക്കും. ഒന്നുകൂടെ പ്ലേ ചെയ്യാതെ. അതിന്റെ കൂടെ പിന്നെ പുള്ളിക്കാരി ഒരു സാധനം കൂടി പറയുന്നുണ്ട്, അത് പുറത്ത് പറയണ്ട കേട്ടോ. പറഞ്ഞ എനിക്ക് കുഴപ്പമില്ല, ഞാൻ വേണമെങ്കിൽ ഫുള്ളായിട്ട് വിടും, പുള്ളിക്കാരിക്ക് തന്നെ ദോഷം ചെയ്യാം. കേട്ടില്ലേ, പുള്ളിക്കാരി 5 ലക്ഷം രൂപ പലിശയ്ക്ക് മേടിച്ചു പറഞ്ഞു. അതിന്റെ സോഴ്സ് പറഞ്ഞാൽ ആര് പലിശയ്ക്ക് കൊടുത്തു? ഇതൊക്കെ നമ്മൾ കാണണമല്ലോ. ഇത് പുള്ളിക്കാരുടെ ഫേസ് തന്നെ കാണുന്നത്, കണ്ടല്ലോ അറിയാം. വീഡിയോ പുറത്തു വിടണ്ട, ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഫുൾ വീഡിയോ ഇടാം. ഇത് മാത്രമല്ല കേട്ടോ, ഇതേപോലെ പല സമയത്ത് പറയുന്ന പല വീഡിയോസ് കിടക്കുന്നുണ്ട്. ഞങ്ങൾ ഓഡിയോ വിടുന്നില്ല, വീഡിയോ അടക്കം ആളെ ഫേസ് അടക്കം കാണിച്ചിട്ടുണ്ട്. കാരണം അത് കട്ട് ചെയ്തല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടും കൂടിയാണ് അങ്ങനെ തന്നെ വെച്ചത് ഞാൻ.